ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പുണ്ടാക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ഗുജറാത്ത് കേട്ടോ. അതിന് ശേഷമുള്ള നമ്മുടെ തമിഴ്നാടാണ്. പിന്നെ നമ്മുടെ സംസ്ഥാനങ്ങൾ വേറെയുണ്ട്, രാജസ്ഥാൻ, അതുപോലെ ആന്ധ്ര, ഒഡീഷ, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുജറാത്താണ്. രണ്ടാം സ്ഥാനമാണ് നമ്മുടെ തമിഴ്നാടിനുള്ളത്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തൂത്തുക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ 30,000 ഏക്കർ സ്ഥലത്താണ് ഈ ഉപ്പിൻ്റെ കൃഷിയുള്ളത്. അപ്പം ഞങ്ങളിപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞത് ഇത് ഇവിടെ നിന്ന് വരും, മഹാബലിപുരത്തു നിന്ന് തമിഴ്നാട്ടിലേക്ക്. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ കൃഷ്ണഗിരി ഭാഗത്തേക്ക് വരണ വഴിയിലുള്ളൊരു ഉപ്പ് പാടട്ടെ കാണിക്കുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് കാരണം എല്ലാവരും കാണിക്കാത്ത ഞാൻ വീഡിയോ എടുത്തതാണ്. ഇതിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നടുവിൽ കൂടെ ഉണ്ടല്ലോ ഒരു ആണിയുണ്ട്. ആണി എന്ന് പറഞ്ഞാൽ ശാല് എന്നൊക്കെ പറയും. അതിൻ്റെ 2 സൈഡിലാണ് ഈ പാടങ്ങൾ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ പാടങ്ങളിലേക്കൊക്കെ അടിയിൽ കൂടെ ഒരു ഓസ് പൈപ്പ് ഇട്ടിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കടൽ വെള്ളം ഉണ്ടല്ലോ, കടൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഈ ആണി കൂടെ അഴിച്ചു വിടും. അത് നേരെ ഈ ഓസ് വഴി നേരെ ഈ പാടത്തേക്ക് കിടക്കും. അവിടെ നിന്ന് പിന്നെ വെയിൽ കൊണ്ട് അതിൻ്റെ അടിയിൽ ക്രിസ്റ്റൽ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കും. വെയിലാണ് മെയിനായിട്ട് ഇതിൻ്റെ ഘടകം. അതിലാണ് ഈ ഉപ്പ് രൂപപ്പെട്ട് വരുന്നത്. പിന്നെ ഇത് കണ്ടെന്ന് വെച്ചാൽ ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്താണ്, നമ്മുടെ ബംഗാൾ ഉണ്ടല്ലോ അതിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഈ ഞാൻ ഈ കാണിക്കുന്ന ഉപ്പ് പാടമുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മുടെ കേരളത്തിലൊന്നും കണ്ടിട്ടില്ല ഇങ്ങനത്തെ സംഭവം, ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനി ഇതിൻ്റെ സാന്ദ്രത, ഉപ്പിൻ്റെ സാന്ദ്രത കൂടുതലായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഭാഗത്തൊക്കെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആണിയിട്ടാ. ഇനിയിപ്പോൾ അതിൽ ആ പൈപ്പ് കാണിച്ചു തരാം. ആ പൈപ്പിൽ കൂടിയാണ് ഇത് കണ്ടോ, ഈ പൈപ്പിൽ കൂടിയാണ് വെള്ളം പാടത്തേക്ക് കടത്തി വിടണം. പാടം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒന്നല്ല, ഒരു ചെറിയൊരു കഷ്ണങ്ങളായിട്ട് തിരിച്ച് വെച്ചേക്കുക. അതിലാണ് ഈ വെള്ളം ഇങ്ങനെ അട്ടിയിട്ട് കിടക്കുന്നത്. അതിലാണ് ഉപ്പ് വരണത്. അത് വെയിൽ കൂടുന്തോറും അതിന് വെച്ചിട്ട് അടിയിൽ ഇങ്ങനെ ഇങ്ങനെ ക്രിസ്റ്റലായിട്ട് കൊണ്ടിരിക്കും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാരി കൂട്ടി മാറ്റിയിടും. അങ്ങനെ മാറ്റിയിട്ടുള്ള ഉപ്പാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ലോഡ് കയറ്റി പോവും. പിന്നെ അത് അനഡൈസ് ചെയ്ത് പൗഡർ ചെയ്ത് നമുക്ക് പാക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ ഈ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പറ്റുമെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.